നരകത്തിലേക്കുള്ള വാതിൽ അതെങ്ങനെയായിരിക്കും? അങ്ങനെ ഒരു വാതിലുണ്ടെങ്കിൽ അത് വളരെ ഭീകരമായിരിക്കും അല്ലേ? എന്നാൽ സുന്ദരമായ നിറമുള്ള നരകത്തിലേക്കുള്ള ഒരു വാതിൽ നമ്മുടെ ഭൂമിയിൽ തന്നെയുണ്ട്. എത്യോപ്യയിലെ ഡാനാകിൽ ഡിപ്രഷൻ. ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ. ഉപ്പുകൂനകളും ആസിഡ് കുളങ്ങളും എല്ലാം നിറഞ്ഞ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഡാനാകിൽ ഡിപ്രഷൻ നമുക്ക് സമ്മാനിക്കുന്നത്. എന്നാൽ ഈ കാഴ്ചയിലെ മനോഹാരിതയ്ക്കപ്പുറം വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ, ജീവൻ നിലനിൽക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമായതിനാലാണ് നരകത്തിലേക്കുള്ള നിറമുള്ള വാതിൽ എന്ന് ഡാനാകിൽ ഡിപ്രഷനെ വിശേഷിപ്പിക്കുന്നത്. ഇത് കാണുമ്പോൾ ആദ്യം നമുക്ക് എപ്പോഴോ കണ്ടുമറന്ന ഒരു സയൻസ് ഫിക്ഷൻ സിനിമകളെ ഓർമ്മിപ്പിക്കുമെങ്കിലും ഇത് സിനിമയല്ല, യാഥാർത്ഥ്യം തന്നെയാണ്. ആവി പറക്കുന്ന വളരെയധികം വിള്ളലുകളുള്ള ഈ സ്ഥലം നമ്മുടെ സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനൊക്കെ ശാസ്ത്രജ്ഞന്മാർ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. ഭൂമിയിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ഒരു 410 അടി താഴ്ചയിലാണ് ഡിപ്രഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ധാരാളമായിട്ട് ഉപ്പ് ഖനികളുണ്ട്. ഇവിടെ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന ഉപ്പ് സ്ലാബുകളെ വെളുത്ത സ്വർണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു കാലത്ത് ഇതൊക്കെ ഒരു ചെങ്കടലിന്റെ ഭാഗമായിരുന്നു. സമയം കഴിയുന്തോറും പലവിധ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പുറത്തു വന്ന ലാവ ബാഷ്പീകരിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഈ ഡാനാകിൽ ഡിപ്രഷൻ രൂപപ്പെട്ടത്. ഇവിടെ ഒരു 50 ഡിഗ്രി വരെ താപനില ഉണ്ടെങ്കിലും ഇതിനോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ താപനിലയിൽ തന്നെ ജീവിക്കാൻ പറ്റുന്ന ഒരുപാട് ജീവികളും ചെടികളും എല്ലാം ഇവിടെയുണ്ട്. മഴ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. മെയിനായിട്ടും ഇവിടെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ എത്തുന്ന ശാസ്ത്രജ്ഞന്മാരും പണിയെടുക്കുന്ന തൊഴിലാളികളുമൊക്കെയാണ് ഇവിടെ അധികം എത്തുന്നത്. ടൂറിസ്റ്റുകൾ വളരെ കുറവായിട്ടാണ് ഇവിടെ എത്തുന്നത്. കൃത്യമായ മുൻകരുതലുകളൊക്കെ എടുത്ത് ഇവിടെ എത്തിയില്ലെങ്കിൽ അത് ആരോഗ്യത്തിനും ടൂറിസ്റ്റുകളുടെ ജീവനും തന്നെ ഭീഷണിയാവാനായിട്ട് സാധ്യതയുണ്ട്. അതിമനോഹരമായ, വാക്കുകൾ കൊണ്ട് നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്തത്ര ഒരു സ്ഥലമാണ് ഡാനാകിൽ ഡിപ്രഷൻ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.